കുട്ടികളുടെ കാലങ്ങളായിട്ടുള്ള നിർത്താതെയുള്ള തുമ്മലും മൂക്കറുപ്പോൾ അലർജിന്റെ ബുദ്ധിമുട്ടുകൾ മാറാത്തതിന് കാരണം രക്ഷിതാക്കൾ തന്നെയാണ്. കാരണം പല രക്ഷിതാക്കളും കുട്ടികളെ പുറത്തോട്ടേക്ക് ഇറങ്ങുമ്പോൾ പൊടിയൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അലർജി കൂടുമല്ലോ. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പനി വരും, ജലദോഷം വരും എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, വീട്ടിനുള്ളിൽ വൃത്തിയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ അവർ വളർത്തിയെടുക്കും. എന്താ സംഭവിക്കുന്നത്? കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പറ്റുകയാണെങ്കിൽ കുട്ടികളെ കളിക്കാനൊക്കെ പുറത്തോട്ടേക്ക് വിടണം. അവർ മണ്ണൊക്കെ ആയിട്ട് ഇടവയ്ക്കുന്ന സമയത്ത് മണ്ണിലെ ചെറു അണുക്കളൊക്കെ തന്നെ കോണ്ടാക്ട് വരുന്ന സമയത്ത് അവരുടെ രോഗപ്രതിരോധ ഭടന്മാരൊക്കെ തന്നെ കുറച്ചൊരു കരുത്തുറ്റവരാകുന്നുണ്ട്, കുറച്ചൊരു സ്ട്രോങ് ആവുന്നുണ്ട്. അപ്പൊ ചെറിയ പൊടിയൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് തുമ്മുന്ന പ്രശ്നമൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല അവര് കളിക്കാനൊക്കെ പോകുന്ന സമയത്തുണ്ടല്ലോ, അവര് കുറച്ച് ഓടി കളിക്കുമ്പോൾ അവരുടെ ലങ് കപ്പാസിറ്റി കൂടുന്നുണ്ട്. മീൻസ് ശ്വാസകോശത്തിന്റെ പേശികളിലും കുറച്ചൊരു സ്ട്രോങ് ആവുന്നുണ്ട്. അതുമൂലം അവർക്ക് ശ്വാസം മുട്ടലെല്ലാം കുറഞ്ഞു വരാൻ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല കേട്ടോ, കുട്ടികൾ വെയിലത്തൊക്കെ കളിക്കാനും വൈറ്റമിൻ ഡി കൂടുതൽ കിട്ടുന്നുണ്ട്. അത് രോഗപ്രതിരോധ ശേഷിനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഗുണങ്ങളുള്ളപ്പോൾ കുട്ടികൾ വീട്ടിനുള്ളിൽ വെച്ചിരിക്കാണ്ട് പുറത്തിറങ്ങി അവർ കളിക്കട്ടെ. അവർ അലർജി കളിച്ചുകൊണ്ട് തന്നെ മാറ്റാൻ പറ്റുന്നതാണ് ഞാൻ പറയുന്നത്.